2020-23 കാലത്താണ് അഖിൽ സി വർഗീസ് കോട്ടയം നഗരസഭയിൽ ക്ലർക്കായി ജോലി ചെയ്തത്. വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ അക്കൗണ്ടുകൾക്കൊപ്പം അമ്മ ശ്യാമളയുടെ ബാങ്ക് അക്കൗണ്ട് കൂടെ ചേർത്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഓരോ മാസവും 5 ലക്ഷം രൂപയാണ് ശ്യാമളയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. വാർഷിക ഓഡിറ്റിംഗിലാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. 3.5 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. തട്ടിപ്പിന് പിന്നിൽ ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് ഇടതുപക്ഷ കൗൺസിലർമാരും CPM-ഉം നഗരസഭയിൽ പ്രതിഷേധിച്ചു. 3.5 കോടി രൂപയുടെ പ്രാഥമിക ഒരു നിഗമനം മാത്രം. ഇതിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതൊരു സെക്ഷനിലെയാണ്. അപ്പം ഇതിലും വലിയ അഴിമതികൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അതേസമയം അഖിലിന്റെ ഫേസ്ബുക്കിലെ ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഉയർത്തിക്കാണിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കൊല്ലം നഗരസഭയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അഖിൽ 40 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അന്ന് രക്ഷിച്ചത് LDF ആണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ CPM ആരോപണം തള്ളി. അയാൾ ഏത് യൂണിയനിൽപ്പെട്ടയാളാണെന്ന് എനിക്കറിയില്ല. ഒരു സംഭവം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ബന്ധമുണ്ടെന്ന് ആരോപിച്ചിട്ട് കാര്യമില്ല. എന്താ നടന്നതെന്ന് മനസ്സിലാക്കണം. അയാൾ ഇടതുപക്ഷ യൂണിയനാണെന്നുള്ള ഒരു ഞങ്ങൾക്കറിയില്ല. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പാസ്പോർട്ട് മരവിപ്പിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.